ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് മൊറോക്കോയിലാണ്. മൊറോക്കോയിൽ മെക്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗണിലാണ്. ഞാനപ്പോൾ ഇവിടെ ലോക്കൽ ആൾക്കാരുടെ വീട്ടിലാണ് കേട്ടോ താമസിക്കുന്നത്. എൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ അലക്കാൻ ഇട്ടേക്കാണ്. അപ്പോൾ അവർ തന്ന ഡ്രസ്സാണിത്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതെ ഉള്ളിലോ ഡ്രസ്സും ഒരു എന്താ പറയുക, കുബേരൻ സിനിമയിലെല്ലാം ഇങ്ങനെ ഫുള്ളായിട്ട് ഇടൂലേ, അതുപോലത്തെ ഒരു ഡ്രസ്സെല്ലാം കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ ലേറ്റായിട്ടാണ് ഞാൻ കിടന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീച്ചത്. അപ്പോൾ രാവിലെ തന്നെ ഫുഡായിട്ട് അവരെന്നെ വിളിക്കുന്നു. ഇതേ ഹലോ, ഗുഡ് മോർണിംഗ്. ഇതേ കണ്ടാ, നോക്ക് എന്തൊക്കെ ഫുഡ് ഐറ്റംസാ. ഇന്നലെ കണ്ടതൊന്നും അല്ല കേട്ടോ ഇന്ന് ടേബിളിലുള്ളത്. എന്തോ ഒരു ബ്രെഡ്, എഗ്ഗ്, പിന്നെ കുറേ സ്വീറ്റ്, നട്ട്സ്, ബ്രെഡ്, വേറെ ഏതോ ഇന്നലെ കണ്ട പോലത്തെ ബ്രെഡിൻ്റെ ഇതെല്ലാം വേറെ ടൈപ്പ് ന്യൂട്ടല്ല പോലത്തെ വേറെ സാധനം. നമുക്ക് ഫിഗ്, ഡ്രൈ ഫിഗ്, ഡേറ്റ്സ്, ഒലീവ്, ജാമ്, വേറെ ടൈപ്പ് ജാമ്, ചീസ്, വേറൊരു ടൈപ്പ് ബ്രെഡ്, ചായ. എൻ്റെ ഉമ്മോ എന്തൊക്കെ ഐറ്റംസ് അറിയാം. രാവിലെ തന്നെ ഇതെല്ലാണ്. നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അവിടെ സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ -3 -7. ഞാൻ എന്നിട്ട് ഗൂഗിളിൽ നോക്കിയപ്പോൾ -11 കണ്ടത് രാത്രി. ഓക്കെ, ഡേ ടൈമിലാണ് കേട്ടോ. -7 ടു -3 ടു 7. എന്താ ചെയ്യുക, അവരെൻ്റെ വീഡിയോ ഒക്കെ വെച്ചിട്ട് കാണുകയാണ് കേട്ടോ. ഇതൊക്കെ അവർ പറയുന്നത് റോഡെല്ലാം ഭയങ്കര മോശമാണ്. അവർ അമാസിങ്ങോ അങ്ങനെ എന്തോ പറഞ്ഞ ഭാഷ മാത്രമേ ഉള്ളൂ, അറബിക്കോ ഇംഗ്ലീഷോ സംസാരിക്കില്ല, ബുദ്ധിമുട്ടാവുന്ന പറയുന്നത്. എന്നാൽ അപ്പം ഇൻട്രസ്റ്റ് ആയി കൂടുതൽ. ഞാൻ കുളിക്കണം എന്നൊക്കെ വിചാരിച്ച ഒടുക്കത്തെ തണുപ്പേ. ഇത് അവരുടെ ഡ്രസ്സാണ് കേട്ടോ. അവരെന്നെക്കൊണ്ട് എനിക്ക് ഇടിച്ചെന്നാണ്, എന്നെക്കൊണ്ട് ഇട്ടിട്ട് ഈ സിബ്ബെല്ലാം ഇട്ടെന്ന് അങ്ങനെ ആക്കി തന്ന്. അങ്ങനെ നമ്മളിപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ പോവാണ്. എന്താ പുള്ളിക്കാരെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ നടന്നാണ് കേട്ടോ പോകുന്നത്. പുള്ളിക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഓ മഴയാണ്, വെറുതെ അല്ല കേട്ടാ, മഴയായോണ്ടാന്ന് തോന്നുന്നു അവരെല്ലാം ഇങ്ങനെ പൊതിച്ചും കൂടിയെല്ലാം കിടക്കുന്നത്. തണുത്ത കാറ്റും. ഓ പുറത്തേക്ക് ഇപ്പം ഇറങ്ങുന്നത്, അതുകൊണ്ടാണ് ഇപ്പം അറിയുന്നത് ഇത്രയും മഴയും തണുപ്പെല്ലാം ഉള്ളത്. ഞാനിപ്പം ഇനി അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. അവിടെ -11 കാണിക്കുന്നത്. ഓ ഞാൻ ചത്തു പോവായിരിക്കും. പക്ഷെ ഇവർ പറഞ്ഞ് ഭയങ്കര ഫ്രണ്ട്ലി അടിപൊളി ആൾക്കാരാണ് അവിടെ ഉള്ളതെന്നൊക്കെ. അവിടെ എന്തോ ഒരു കല്യാണം മാർക്കറ്റിൽ വെച്ച് നടത്തുന്ന, മാർക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഫെസ്റ്റിവലൊക്കെ ഉണ്ട്. പക്ഷെ അത് ഏപ്രിലോ സെപ്റ്റംബറോ അങ്ങനെ എപ്പോഴും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം കാണാൻ പറ്റൂല. എന്നാലും നമുക്ക് പൂച്ചെല്ലാം ഇഷ്ടംപോലെ പൂച്ച. അത് തല്ലൂടാൻ നിൽക്കുന്നു കേട്ടാ. കണ്ടാ പൂച്ച തല്ലൂടാൻ വേണ്ടി നിൽക്കുന്നു. 3-4 പൂച്ചകൾ. നമ്മളപ്പം നടന്നിട്ട് അങ്ങോട്ട് പോകുന്നു. നടക്കാനുള്ള ദൂരേ ഉള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാവില്ല. 1 കിലോമീറ്ററിന് താഴെ അത്രേ ഉണ്ടാവുള്ളൂ. കണ്ട ഇവിടെ എല്ലാം ചെളിയായിന്ന്, മഴ പെയ്തിട്ട് ഇങ്ങനെയെല്ലാം ചെളിയായത്. സത്യം പറഞ്ഞാൽ ഞാനിന്ന് വെതർ നോക്കിയിട്ടില്ല. കാരണം ഓൾറെഡി ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യാത്തതുകൊണ്ട് വെതർ നോക്കിയില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ രാവിലെ വെതർ നോക്കുന്നതാണ്. ഇന്നിപ്പോൾ എൻ്റെ ഡ്രസ്സെല്ലാം അലക്കിയിട്ടുണ്ട്. അത് ഉണങ്ങിയിട്ടേ ഞാൻ എന്തായാലും പോവുള്ളൂ. നാളെ എന്തായാലും പോകണം. പിന്നെ നിങ്ങളെല്ലാവരും പറയുന്നുണ്ടായി ഒരു യൂട്യൂബർ ഉണ്ട് മലയാളിയാന്നൊക്കെ. അപ്പോൾ വേറൊരു ഫ്രണ്ട് വഴി എനിക്ക് ആൾ കോൺടാക്ട് നമ്പർ തന്നിട്ട് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. ആൾ കസാബ്ലാങ്കയിലുള്ളത്. അപ്പോൾ കസാബ്ലാങ്കയിൽ വന്നാൽ മീറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ മേ ബി ഞാൻ നാളെ ആ സൈഡിലേക്ക് വല്ലതും പോകും. നാളെ മീറ്റ് ചെയ്യണം. പിന്നെ മൗറിറ്റാനിയ വിസ ആൾക്ക് എന്തെങ്കിലും ഹെൽപ്പാക്കാൻ പറ്റുമെന്നെല്ലാം പറഞ്ഞ്. അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ള് റെസ്റ്റ് തന്നെ കേട്ടോ. ഇന്ന് അങ്ങനെ പരിപാടിയൊന്നുമില്ല. എൻ്റെ ഫോണെടുത്ത് പോക്കറ്റിലിട്ട് ഞാൻ കൈ പിടിച്ച് നടക്കുന്നു. അതുകൊണ്ട് സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഇന്നിനി അവിടെ പോയപ്പോൾ അവിടെ നിന്നുള്ളൊരു ചെറിയ അനിയത്തിനെ കണ്ടില്ലേ, പുള്ളിക്കാരിയെല്ലാം എന്നായിട്ട് ഭയങ്കര ക്ലോസായി. പിന്നെ അങ്ങോട്ട് വരണം, സ്പാ ചെയ്യുക, മസാജ് ചെയ്യാന്നൊക്കെ പറയണ്ടേ. എന്തോ മസാജ് പാർലറിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അതിപ്പോൾ എൻ്റെ വീട് പോലെയാണ്. ഇവരുടെ വീട് എൻ്റെ വീട്, അമ്മേൻ്റെ വീട് എൻ്റെ വീട്, അങ്ങനെയാണ്. അത്രയും ക്ലോസാണ്. അത്രയും നമ്മൾ എന്താ പറയുക, ഇങ്ങനെയുള്ളതാണ് എൻ്റെ യാത്രയിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ചോദിക്കും യാത്ര ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്താണ്. അതായത് നമ്മളിപ്പോൾ പല സാഹചര്യത്തിൽ നമുക്ക് ടയർഡാവും, നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളും സ്ട്രഗിളൊക്കെ ഉണ്ടാവും. അപ്പോഴും ഒരിക്കലും നിർത്താൻ തോന്നാത്തതിൻ്റെ റീസൺ, ഒരു പരിചയമില്ലാത്ത ഏതോ രാജ്യത്തെ കുറേ ആളുകൾ അവരെന്നെ സ്വന്തം പോലെ എന്നെ സ്നേഹിക്കുന്നു, അവരെന്നെ പരിചരിക്കുന്നു. അതെല്ലാം കാണുമ്പോൾ, അതെല്ലാം കിട്ടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളതിലെല്ലാം വീണു പോവും. നമ്മളല്ല എനിക്ക് ആരെങ്കിലും കുറച്ചധികം സ്നേഹം തന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഫാമിലിയിൽ നിന്നാണെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അടിപൊളിയാണ്, അടിപൊളി മനുഷ്യരാണ്.
ഇവർ മാത്രമല്ല ഒരുപാട് ആൾക്കാർ, മോശം ആൾക്കാർ എല്ലാ രാജ്യത്തും ഉണ്ടാവും, അതുപോലെ ഇവിടെ ഉണ്ടാവും. പക്ഷെ ഞാൻ കൂടുതലും ഇവിടെ നല്ല ആൾക്കാരെ കണ്ടുകൂട്ടി. അവിടെ നിന്ന് നടന്നിട്ട് ഒരു പുള്ളിക്കാരിന്റെ ഷോപ്പിൽ വന്നേക്കാണ് കേട്ടോ. മർഹബ. مرحبا. كيف الحال؟ الحمد لله. كيف الحال؟ الحمد لله. الحمد لله. أنا فتيحة. فتيحة. أرونيما. أورينيما. أرونيما. أرونيما. Yes. مرحبا. മർഹബ. ഫ്രണ്ടിന്റെ കടയിൽ മറ്റേ പർദ്ദേന്റെ ഷോപ്പാന്ന് തോന്നുന്നു കേട്ടാ. ഇത് നോക്ക്, മൊത്തം ഇങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ പർദ്ദകളൊക്കെയാണ് കാണുന്നത്. ഇവര് ഇങ്ങനെ തണുപ്പിന് ടൈപ്പ് പറ്റിയതും അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ നടന്ന് വരുമ്പോഴുള്ള ഇടയിലുള്ള എന്താ പറയുക കടയാണ്. തൊട്ടപ്പുറത്ത് തന്നെയാണ് വീട്. ഇവിടെ അവരുടെ വീട്ടിലെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. കുറെ നേരമായിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഇത് വേറെ സിസ്റ്റർ, ഇത് പുതിയ ആളാണ്, ഇന്നലെ കണ്ട ആളല്ല. ഇത് നെയിം ബ്യൂട്ടിഫുൾ സീനപ്പ്. മറ്റേ പുള്ളിക്കാരി ഇന്നലെ കണ്ട ആളുടെ അതേ ഒരു ഫേസ് കട്ട് ഉണ്ട്. ഇവിടെ വേറെ എന്തോ ഒരു സാധനം എനിക്ക് തിന്നാൻ തന്നേക്ക്. ഇത് നമ്മുടെ സൺഫ്ലവർ സീഡില്ലേ, അത് ചുട്ടതാണ് ആ കഴിച്ചോണ്ടിരിക്കുന്നത്. ഇത് വേറെ എന്തോ ഒരു സാധനം, കടലയാന്ന് തോന്നുന്നു. കടലയിൽ എന്തോ മസാല വെച്ചിട്ട് പൊരിച്ചിട്ടൊരു സാധനം. ഇതിന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. കൊക്കാവ് എന്നാണോ അവര് പറയുന്നത്? കൊക്കാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടല തന്നെ, പീനട്ടാണ്. പക്ഷെ ഇങ്ങനെ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. നമ്മുടെ മസാലക്കടല പോലെ ഒന്നുമല്ല, വേറെ എന്തോരം ടേസ്റ്റ് ഫ്ലേവർ ഒക്കെയാണ്. ഞാൻ നോക്ക്, ഇവിടുത്തെ മൊറോക്കോയിലൊരു ട്രഡീഷണൽ ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത്. അവരെൻ്റെ തലയിലെല്ലാം കുറേ ചുറ്റിക്കെട്ടി. ഞാൻ ഇന്ന് ഫുള്ള് റെസ്റ്റ് ആയിരുന്നു, എവിടെയും പോയില്ല. അപ്പോൾ ഞാനൊരു സിനിമയൊക്കെ കണ്ടിരുന്നു. ആ സമയത്ത് ഇവരെനിക്ക് പറഞ്ഞു കൊടുത്ത ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടോക്കണോ, ഞാൻ ആ ഇട്ടോക്കാന്ന് പറഞ്ഞിട്ട് നോക്ക്, ഫുള്ള് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ കിലിങ്ങെന്നൊക്കെ ഉണ്ട്, അത് കിലിന്നൊക്കെ സൗണ്ടെല്ലാം വരുന്നുണ്ട്. ഇവിടുന്നാണ് ഏതൊക്കെയോ സൗണ്ടെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്, നല്ല രസമുണ്ട്. നോക്ക്, ആദ്യം ഇങ്ങനെ ഒരു ലെയർ, അതിനിടയിൽ വയറിൽ എന്തോ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. പിന്നെ താഴെ മീൻസ് ഇതിന് താഴെ വെള്ള കളറിൽ വേറൊരു സാധനം ഇട്ടിട്ടുണ്ട്, ഫുൾ കൈയെല്ലായിട്ട്. അങ്ങനെ ഇട്ടിട്ടുണ്ട്. തലയിൽ കെട്ടിയതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഓൾറെഡി ഇതിങ്ങനെ വലുതായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവർ അത്യാവശ്യം തടിയുള്ളതുകൊണ്ടും ഇത് ലൂസായിട്ട് ഇട്ടുള്ളതുകൊണ്ടും എന്താ പറയുക അങ്ങനെയാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെല്ലാം തണുപ്പായിട്ട് ഞാൻ ഫുള്ള് കണ്ടോ തണുപ്പിനുള്ള ഡ്രസ്സെല്ലാം കുറേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നല്ലൊരു കംഫർട്ടബിളാണ്. കുറച്ച് ലൂസായതുകൊണ്ടാന്ന് തോന്നുന്നത്, ഒരു പർദ്ദെല്ലാം ഇട്ടിട്ട് ഇരിക്കുന്ന പോലെ. പക്ഷെ തലയിലൊരു ഹെവി ഫീൽ ഉണ്ട്, കാരണം എന്തോ കെട്ടിവെച്ചൊരു ഫീലൊക്കെ ഉണ്ട്. പക്ഷെ കൊള്ളാട്ടെ, അടിപൊളി സംഭവം. ആ ഡ്രസ്സ് മാറിയിട്ട് വേറൊരു ഡ്രസ്സ് ഇട്ടിട്ടാ. ഇത് അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെല്ലാം കുറേ ഡ്രസ്സ് ഉള്ളതുകൊണ്ട് അത് കറക്റ്റ് അതിൻ്റെ ഭംഗി അറിയുന്നില്ല കേട്ടാ. കണ്ട ഇങ്ങനെല്ലാം ആയിട്ട് നല്ല രസമുണ്ട്. ദേ ഇവിടെ വയറിലിങ്ങനെ കെട്ടുന്നൊരു സംഭവം ഉണ്ട്. ദേ ഇങ്ങനത്തെ വള്ളിയെല്ലാം കെട്ടി നല്ല നല്ല കട്ടിയുള്ളൊരു സാധനം കേട്ടാ. അവരെന്തത് വലിക്കുന്ന അവരെ നോക്കുന്നത്, റെഡി ആയിട്ട് തന്നെയാണോ ഇരിക്കുന്നതെന്ന്. അടിപൊളി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഇവർ സമ്മറിൽ ഇടുന്നതാണ് കൂടുതലെന്ന്, കാരണം ഇതിന് വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ. അവിടെ സമ്മറിൽ ഒടുക്കത്തെ ചൂടാണ്, വിൻ്ററിൽ നല്ല തണുപ്പും. എന്നുണ്ടോ ഒരു പ്രത്യേക രസമുണ്ട്. ഇതും അവരുടെ വേറൊരു ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ 2 ദിവസം ഞാൻ ഈ വീട്ടിൽ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അവരെന്നെ മെയിൻ റോഡിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ച് പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ മെയിൻ റോഡിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് എനിക്ക് ഈച്ചാക്കി ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഞാൻ അവരുടെ അടുത്തെല്ലാം ബായ് പറയാണ്. ഓക്കെ, ബൈ. താങ്ക് യു. ശുക്രാൻ ശുക്രാൻ ശുക്രാൻ. ഓക്കെ. അപ്പോൾ ഓൾറെഡി കുറേ ബായെല്ലാം പറഞ്ഞു, ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തി. ഐ മെസ്സേജ് കോൾ, വീഡിയോ കോൾ. ഓക്കെ, ശുക്രാൻ. താങ്ക് യു സോ മച്ച്. ബൈ. പുള്ളിക്കാരിക്ക് വിഷമമാകുന്നുണ്ട് കേട്ടോ, എനിക്കും വിഷമമുണ്ട്. പക്ഷേ എന്താ പറയുക, ദേശാടന കിളികൾ കരയാറില്ല എന്നാണല്ലോ. ആൾക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് പോവാണ്. നേരത്തെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് വായി പറയുന്നു കേട്ടോ. നല്ല മനുഷ്യരാണ്. എന്താ പറയുക, ഇതാണ് നമ്മൾ ആരെങ്കിലായിട്ട് ഒരുപാട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ പിരിയാനൊരു ബുദ്ധിമുട്ടാണ്. അവരുടെ അടുത്ത് പോകുന്ന സമയത്ത് ഭയങ്കര വിഷമമാണ്. പക്ഷേ റോട്ടിൽ വീണ്ടും ഇതുപോലെ ഒരുപാട് നല്ല മനുഷ്യർ എന്നെ കാത്തു നിൽക്കുന്നുണ്ട്, ലിഫ്റ്റ് അടിക്കാനായാലും അല്ലാതെ ഇങ്ങനെ താമസിക്കാനും പരിചയപ്പെടാനെല്ലാം.
അപ്പോൾ പുതിയ നല്ല മനുഷ്യരെ തേടിയുള്ള എൻ്റെ യാത്ര തുടരുകയാണ്. എന്താ പറയുക, കുറേ നേരം ഞാൻ അവരുടെ അടുത്തെല്ലാം ബായ് പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതേ പുള്ളിക്കാരൻ എന്നെ മെയിൻ റോഡിൽ ഡ്രോപ്പ് ചെയ്യും. ആളധികം ഉണ്ടായിട്ടില്ല, കാരണം പുള്ളിക്കാരിയാണ് 24 hours എൻ്റെ കൂടെ തന്നെ നിന്ന് ഞാൻ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ എല്ലാം എൻ്റെ ബാഗ് പാക്ക് ചെയ്യാൻ ഹെൽപ്പാക്കി തന്നു. അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ അവരുടെ വീട്ടിൽ അവരുടെ മോള് പോകുമ്പോൾ അവരെങ്ങനെ യാത്ര അയക്കും അതുപോലെയാണ് എന്നെ യാത്ര അയച്ചത്. അതുപോലെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമുണ്ട്, കഴിഞ്ഞ ദിവസമെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിലൊരു കൊക്കോയും വാൾനട്ടും നട്ട്സൊക്കെ വെച്ചൊരു സാധനം, ഒരു പൊടി പോലത്തെ ഒരു സംഭവം. അതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് അത് പാക്ക് ചെയ്ത് തന്നേക്കാം. ഞാൻ ചോദിച്ചിട്ടൊന്നുമല്ല, എനിക്ക് അത് ഞാനിങ്ങനെ കൂടുതൽ കഴിക്കുന്നത് കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അതെനിക്ക് തന്നു വിട്ടേക്കാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇനി എവിടേക്കാണ് പോണേന്നൊന്നും പ്ലാനില്ല. ആ ഒരു മലയാളി മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ ആളെന്തോ തിരക്കിലാണ്. അപ്പോൾ നാളെ പിന്നെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ സോ ഇന്ന് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോവാണ്. കസാബ്ലാങ്കയിലേക്ക് ഇന്ന് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അടുത്ത ഏതെങ്കിലും ഒരു റാൻഡം വില്ലേജ് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത്. ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ യാത്രകൾ ചെയ്യുന്നത്, പ്ലാനൊന്നും ഇല്ലാണ്ട് ഏതെങ്കിലും ഒരു റാൻഡം വില്ലേജിലേക്ക് അങ്ങനെ പോവാണ് പതിവ്. ആളിതാ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് ഇന്നെ. അപ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ച് പോവാണ്. ആൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, അപ്പോൾ വണ്ടി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുറച്ച് ടൈം എടുക്കും, ടൈം എടുത്തിട്ടായാലും ഞാൻ പൊക്കോളും, പ്രശ്നമില്ല, ജോലിക്ക് പോയിക്കോന്ന് പറഞ്ഞു. കാരണം അവർ ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും എനിക്ക് വണ്ടി കിട്ടുമെന്ന് അറിയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ ബൈ. യാ സോ ദേ ഞാനിനി ഇവിടെ വന്നിട്ട് ലിഫ്റ്റ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഫുള്ള് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരു വില്ലേജ് സൈഡിലേക്കാണ്. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജസ് ഉണ്ട്. അവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്, ചോദിച്ചോക്കാം. മിക്കവാറും അങ്ങോട്ടായിരിക്കും. ഇത് അങ്ങോട്ട് പോകുന്ന വഴിയാണ് ആ വില്ലേജ് സൈഡിലേക്ക്. കുറച്ച് ദൂരമായാലും ഓക്കെ ആണല്ലോ. ക്യാമറ ഓഫ് ചെയ്യുക അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. ഞാനിത് അവിടെ ആ വണ്ടിയിൽ എവിടെയോ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി എനിക്ക് കുറച്ചധികം ദൂരം, ഒരു 100 കിലോമീറ്ററും കൂടെ പോകാനുള്ളൂ കേട്ടോ. ഈ റോഡാണോ ആ റോഡാണോ മാപ്പിൽ നോക്കണേ. അവിടുന്ന് എനിക്കിതാ വേറൊരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരെത്ര ദൂരം പോകണ്ടെന്ന് അറിയില്ല, എന്തായാലും ഞാൻ കയറിയിട്ടുണ്ട്. ഈ വഴി തന്നെയാണ് എനിക്ക് ആ വില്ലേജിക്കെല്ലാം പോകാനുള്ളത് കേട്ടോ. ദേ ഇവിടെ കണ്ടോ, അവർ ഈ ഒരു മുകളിലെല്ലാം പിള്ളേരൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശുക്രാൻ ഇവിടെ നമ്മൾ ബാക്കിലും സീറ്റ് ബെൽറ്റ് ഇടും കേട്ടോ, അത് മസ്റ്റാണ്. നമ്മളെ നാട്ടിൽ സീറ്റ് ബെൽറ്റ് ബാക്കിൽ ഇടണമെന്ന് നിർബന്ധമില്ല, സേഫ്റ്റി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതായത് എന്താ പറയുക, നമ്മളെ നാട്ടിലങ്ങനെ ഇല്ലീഗൽ അല്ലല്ലോ, മീൻസ് നമുക്ക് വേണമെങ്കിൽ നമ്മളെ സേഫ്റ്റിക്ക് അനുസരിച്ച് ഇട്ടാൽ മതി. പോലീസ് പിടിച്ചാലും ബാക്കിലുള്ള ആൾക്കാർ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ പ്രശ്നമല്ലല്ലോ, ക്യാമറയിലൊന്നും ഫൈൻ കിട്ടൂല. പക്ഷെ ഇവിടെ ഇത് മസ്റ്റാണ്, എപ്പോഴും ബാക്കിലിരിക്കുമ്പോൾ ഇത് ഇടലുണ്ട്, എല്ലാവരും പറയും. ഞാൻ ഈ ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ട് അവരുടെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോവാണ്. വരുന്നോന്ന് ചോദിച്ചേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ വന്ന് അവർ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകുന്നു. അങ്ങനെ ഓരോ വീട്ടിലേക്ക് പോവാണ്. എന്നോട് വരുന്നോന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വരാമെന്ന്. ഓ ഓക്കെ ബാഗ് അവിടെ വെച്ചേക്കാം, അത് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് അവിടെ. അത് ഞാൻ നേരെയൊക്കെ വന്നു. അവർ കാണുമ്പോൾ തന്നെ കുറേ ഉമ്മെല്ലാം തരും കേട്ടോ. ഹായ് ഓക്കെ കണ്ടോ, നമ്മൾ കാണുമ്പോൾ ആദ്യം പരിചയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നമ്മൾ ഷെയ്ക്കൻഡ് കൊടുക്കുന്ന പോലെ ഈ കള്ളും കുറേ ഉമ്മ തരും. അത് കിട്ടുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇത് ഒരു ഉൾഗ്രാമ പ്രദേശമാണ് കേട്ടോ, കാരണം ഇത് എവിടെയോ ആണ് ഉള്ളിലേക്കുള്ള, കണ്ടോ ചെറിയ വീടുകളും കൃഷിയിടങ്ങളൊക്കെ ആയിട്ടുള്ള ഉള്ളിലേക്കുള്ള സ്ഥലമാണ് ഇത്. ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുക കേട്ടോ. നോക്ക്, ഒരു വീടിൻ്റെ ഉള്ളിലൊക്കെ അടിപൊളി. ഹായ് ഇവര് പരിചയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ. ഹലോ വലൈക്കും അസ്സലാം. ഇവര് ഭയങ്കര ഫ്രണ്ട്ലി ആൾക്കാരാണ്. ഒരു പരിചയം ഇല്ലെങ്കിൽ തന്നെ വീട്ടിലേക്ക് പെട്ടെന്ന് നമ്മളെ വിളിച്ചിട്ട് കൊണ്ടുപോയി. ഹായ് കുഞ്ഞു കൊച്ചെല്ലാം വന്ന് ഉമ്മെല്ലാം തരുന്നത്. അടിപൊളി കണ്ടാ, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും കേട്ടോ. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അത് അടിപൊളിയാ. ഇരിക്കുന്നാന്ന് പറയുന്നത് തോന്നുന്നു. തഹല് എന്ന് പറയുന്നത്. നമ്മളെ നാട്ടിലെ പോലെ തന്നെ ഓരോ സ്നാക്സ് ഒക്കെ മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക്. ഈ പുള്ളിക്കാരന് കുറച്ച് ഇംഗ്ലീഷ് അറിയാം. കുറച്ച് ഇംഗ്ലീഷ് അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ ഷൂ ഊരിയിട്ട് ഉള്ളിലേക്ക് ഇരിക്കട്ടെ.
ഇവിടെ ഇംഗ്ലീഷ് കുറച്ചെങ്കിലും അറിയാന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. അങ്ങനെ ആർക്കും ഇംഗ്ലീഷ് അറിയൂല. അപ്പം അതുകൊണ്ട് കുറച്ച് അറിയുന്നവരുണ്ടെങ്കിൽ അത് ഭയങ്കര ലക്കാണ്. എന്താ പറഞ്ഞില്ലേ, അവരുടെ ഏത് വലിയ വീടാണെങ്കിലും ചെറിയ വീടാണെങ്കിലും ഒക്കെ നമുക്ക് 3 ടേബിളെല്ലാം ഉണ്ടാവും. ഇങ്ങനെ വട്ടത്തിലിരിക്കാൻ അവരുടെ കുടുംബക്കാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ്, ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. ചുറ്റും വീടുകളൊക്കെ ആ ചെറിയ ചെറിയ വീടുകളുണ്ടോ, അവരുടെ കൃഷിയിടങ്ങളും മലനിരകളൊക്കെയാണ് കേട്ടോ കാണുന്നത്. ഓ എന്ത് അടിപൊളിയാന്ന് നോക്ക്. വീട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ്, ഫുള്ള് മലനിരകളൊക്കെ ആയിട്ട്. എവിടെ നോക്കിയാലും ഒരു പൂച്ച ഉണ്ടാവും കേട്ടോ, കറുത്ത പൂച്ച. നല്ല രസമുണ്ട്, റോഡിൽ പോണ്. ഞാൻ ഒന്ന് നടന്ന് കാണട്ടെ ഇവിടെ എങ്ങനെയൊക്കെ ഇരിക്കണേന്ന്. വീട് കണ്ടോ, ചെറിയ ഒരു നില ഇങ്ങനത്തെ വീടാണ്. ബെഡ്ഷീറ്റെല്ലാം അവർ അലക്കിയിട്ടേക്കുന്നത്. നല്ല തണുപ്പല്ലേ, വെയിലൊക്കെ ഇടയ്ക്കാണ് വരുന്നത്. വെയിൽ വന്നപ്പോൾ തന്നെ അവർ അലക്കിയിട്ടേക്കാം. ഈ ഓറഞ്ചെല്ലാം അവരുടെ തന്നെ സ്വയം കൃഷിയായിരിക്കും കേട്ടോ. അവരുടെ പ്രധാന കൃഷിയാണ് ഓറഞ്ച് ഈ സ്ഥലങ്ങളിലെല്ലാം. ഒരുപാട് അത്യാവശ്യം നല്ല വലിയ രാജ്യമാണ്. അപ്പോൾ ഓരോ ഏരിയയിൽ ഓരോന്നായിരിക്കും പ്രധാന കൃഷി ഉണ്ടാവുക. എന്നോട് ചോദിച്ച് കാണണോ പുറകിലെല്ലാം. ഞാൻ ആന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നാൽ ഇത് ഓറഞ്ചിൻ്റെ ആണെന്ന് തോന്നുന്നു മരം. മനസ്സിലാവുന്നില്ല. കോഴിയെല്ലാം ഉണ്ട്. എന്താ ഒരു മണ്ണ് വെച്ചിട്ടാട്ടോ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. മണ്ണും പിന്നെ അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ മരമെല്ലാം ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ കല്ല് വെച്ചേക്കാം. ഒരു ഡോഗുണ്ട്, കുഞ്ഞി ഡോഗെല്ലാം. ചെമ്പരിയാട് നിറയെ ഉണ്ട് കേട്ടോ. മലയോര പ്രദേശമായതുകൊണ്ട് തന്നെ നോക്ക്. മറ്റേ ഒരുപാട് ഇതിൻ്റെ പുറത്തെല്ലാം ഫറെല്ലാം ആയിട്ടുള്ള അങ്ങനത്തെ ചെമ്പരിയാട്. പുള്ളിക്കാരൻ പറയുന്നത് ഇത് വലിയൊരു ഫോറസ്റ്റാണ്. ഓ 2 ദിവസം കഴിയുമ്പോൾ വീക്കെൻഡിലാന്ന് തോന്നുന്നു. വീക്കെൻഡ് ആകുമ്പോൾ ഇവിടെ വന്നിട്ട് വലിയ ഷൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. എല്ലാ ഏരിയയിലും ഡോഗ്സ് ഉണ്ട് കേട്ടോ. ഡോഗ്സിനെ അവർ കെട്ടിയിട്ടിട്ടുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. നോക്ക്, ഒരൊറ്റ വീട് സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. പിന്നെ പരിചയമില്ലാത്തതുകൊണ്ടാണ് ആ ഡോഗ് കിടന്ന് കുരക്കുന്നത് കേട്ടോ. നോക്ക്, ഈ ഫോറസ്റ്റ് കാണുമ്പോൾ നമുക്ക് അത്ര വലിയ ഫോറസ്റ്റായി തോന്നില്ല, പക്ഷെ അത്യാവശ്യം നല്ല തിക്ക് ഫോറസ്റ്റാണെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. എനിക്കറിയില്ല, ഇവിടെ മൊത്തം ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം പ്ലെയിൻ ആയിട്ട് കിടക്കും. കംപ്ലീറ്റ്ലി ഈ ഒരു ഡോഗിൻ്റെ സൗണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബഫല്ലോ ആണോ അതുപോലത്തെ എന്തോ വലിയ എന്തോ മൃഗത്തിനെ അവർ കൊല്ലുമെന്നാണ് പറയുന്നത് ഈ കാട്ടിലേക്ക് പോയിട്ട് വീക്കെൻഡിൽ എന്തോ സമയത്ത് കേട്ടോ. എന്തോ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് കിട്ടുമോയെന്നറിയില്ല. ഇവിടെ നെറ്റ്വർക്ക് ആണെങ്കിലും വളരെയധികം കുറവാണ്. പിന്നെ ഞാൻ ഇവരുടെ കുറേ വീടുകളിൽ ഇത് കണ്ടായിരുന്നു, എന്താ പറയുക, തോക്കെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അവർ തോക്കെല്ലായിട്ട് അവർ ഇതാക്കുന്നുണ്ടാവും, ഇങ്ങനെ ഹണ്ടിങ്ങിനെല്ലാം പോകുന്നുണ്ടാവും. അതായിരിക്കും പറയുന്നത്, അറിയില്ല എന്താന്ന്. ഇവിടുത്തെ കൃഷിയിടങ്ങളൊക്കെ നോക്ക്. അവരിത് അവിടെ കാക്ടസ് ഫ്രൂട്ട് ഉണ്ട്, ഫ്രൂട്ടല്ല ആ ചെടിയുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ കൃഷി കാണുന്നുണ്ട് കേട്ടോ. അതെല്ലാം അവരിങ്ങനെ സേവാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്ക്, കല്ലെല്ലാം വെച്ചിട്ട് വീടുണ്ടാക്കിയത്. ചില ഉൾഗ്രാമത്തിലെല്ലാം ഇങ്ങനെയാണ്, കല്ലും മണ്ണും ഒക്കെ വെച്ചിട്ടാണ് വീടുകളെല്ലാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടോ വളരെ സിമ്പിളായിട്ട് അവരുണ്ടാക്കിയിട്ടുള്ളത്. ഇനിയും കുറേ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതാ അതിനവർ തുറന്ന് വിട്ടു കേട്ടോ. നല്ല രസമുണ്ട് ഫോണ് കാണാ. വാ ഓ എന്താ അതിന് തുറന്നു കിട്ടപ്പോൾ അതിൻ്റെ സന്തോഷം നോക്ക്. വാ അടിപൊളി. എല്ലാം ഓടിപ്പോവാ വേണ്ടാ ഒരുമിച്ച്. നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എപ്പോഴും വില്ലേജസിലാണ് ആ ഒരു ലൈഫ് നമുക്ക് കാണാൻ പറ്റുക. ഈ സിറ്റിയിലെല്ലാം ബിൽഡിംഗ് ഒന്നും കാണുമ്പോൾ ആ ഒരു സംഭവം കിട്ടൂല. വേണ്ട, ഇനി അതിനെ ഫുള്ള് പുറത്ത് വിടും. ഇനി രാത്രി വല്ലതും ആയിരിക്കും അത് തിരിച്ചു വരുന്നത് കേട്ടാ. അപ്പോൾ നോക്ക് എന്ത് രസമാണ് അത് കാണാനായിട്ട്. ഇവരുടെ എല്ലാം പ്രധാന ജോലി എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് കേട്ടോ. കൃഷിയിടത്തു നിന്ന് തന്നെ അവർ എന്താ പറയുക പൈസ ഉണ്ടാക്കുന്നു. സാധനങ്ങളെല്ലാം ബൾക്കായിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് വിൽക്കുന്നു. ചെറിയ ചെറിയ ഇങ്ങനെ ഗ്രാമങ്ങളിൽ വേറെ ഗ്രാമത്തിലെ ആൾക്കാർ തന്നെ ആയിരിക്കും അത് വന്ന് വാങ്ങുന്നത്. അങ്ങനെ എല്ലാം ഇവർ, പിന്നെ ഒട്ടുമിക്ക സാധനങ്ങളും വേണ്ടത് ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രെഡിനുള്ള വീറ്റാണെങ്കിലും അങ്ങനെ എന്ത് സാധനമാണെങ്കിലും ഇവർ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. വീടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഈ ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കൂടുതലുണ്ടാവുക. കണ്ടോ, അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് അവർ മെയിനായിട്ടുണ്ടാവുന്നത്. പക്ഷെ ഇത് വലിയ വീടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു നിലയാണ്, പക്ഷെ ഒരുപാട് സ്പേസ് ഉണ്ട്, സ്പേഷ്യസ് ആയിട്ട്. ഓക്കെ, താങ്ക് യു. എൻ്റെ അടുത്ത് വെൽക്കം എന്നല്ല പറയുന്നത്. ഞാൻ കിച്ചണിലേക്ക് വന്നതാ. അവരെന്തോ ചെയ്യുന്നു, എന്തോ ഉണ്ടാക്കുന്നു. വലിയ ചട്ടിയിലെന്തോ ഉണ്ടാക്കാൻ പോകുന്നു കേട്ടാ. അതെന്താ അവർ ഇതാക്കുന്ന മുട്ട പുഴുങ്ങും. നോക്ക്, ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് കൈ പൊള്ളു. അയ്യോ നോക്ക്,
ഒരു സാധാ എന്തോ ഒരു ഇതിൽ ഇങ്ങനെയല്ല അവർ മുട്ട പുഴുങ്ങുന്നു. നിങ്ങളുടെ ചട്ടിയെല്ലാം വെച്ചിട്ടുണ്ട്. എന്താക്കുന്നുണ്ടോ? ഇതൊരു ചായക്കാന്ന് തോന്നുന്നു. ഇവരുടെ ചായ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് മാത്രം. നോ 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 ചായ നോ. ഇവരിങ്ങനെ നിർബന്ധിച്ച് കുടിപ്പിക്കുന്ന സത്യം പറഞ്ഞാൽ. ഞാൻ വേണ്ട പറഞ്ഞാലും അവരിങ്ങനെ തരും. ഞാൻ ഇന്നൊക്കെ കുറേ അവിടെ നിന്നെല്ലാം കുടിച്ചിരുന്നു. ഇവരുടെ വീട്ടിൽ വന്നപ്പോൾ ഇവർ കഴിക്കാൻ വേണ്ടി തന്നേക്കുന്ന എന്തൊക്കെയാന്ന് നോക്ക്. മുട്ട, പിന്നെ ഒലീവ്സ്, പിന്നെ ഒലീവിൻ്റെ ഓയില്, പിന്നെ അതിൻ്റെ ബ്രെഡ്, അതെല്ലാത്തിനും കൂടെ കഴിക്കാൻ. പിന്നെ വലിയ പീനട്ടാണ്, ചെറിയ പീനട്ടല്ല, വലിയ പീനട്ടിൽ ഉപ്പെല്ലാം ഇട്ടിട്ട് വറുത്തത്. പിന്നെ ഭയങ്കര വലിയ ഡേറ്റ്സ്. ഇത് വേറെ എന്തോ ഒരു സാധനം, ഇതെന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല. പിന്നെ ഓൾറെഡി 2 വലിയ ബ്രെഡ്, അതെല്ലാം കൂടെ ഇവർ രണ്ടും കൂടെ തല്ലുകൂടുന്നു. നല്ല ക്യൂട്ടാണ് കേട്ടോ ഇവിടുത്തെ പിള്ളേരെല്ലാം കാണാനായിട്ട്. എന്തോ സീക്രട്ടോ എന്ന് പറയുന്നു. എന്തോ പറഞ്ഞിട്ട് പോയിട്ടാ. നോക്കി 3 സാധനങ്ങളെല്ലാം ജസ്റ്റ് ഇത് മെയിൻ കോഴ്സ് അല്ല, ജസ്റ്റ് ഒരു സ്നാക്കായിട്ട് അവർ തന്നേക്കുന്നതാണ്. അവരിത് ഇങ്ങനെ വന്നിട്ട് നമുക്ക് കൈയെല്ലാം കഴുകി തരും കേട്ടോ. കൈ കഴുകാൻ ഇങ്ങനെ, ഇത് കാശ്മീരിലെല്ലാം പോകുമ്പോൾ ഇങ്ങനെ ഓക്കെ ഇങ്ങനത്തെ പാത്രത്തിൽ തുടയ്ക്കാനുള്ള ടവല് എല്ലാം തരും. ഇത് അവരുടെ ഇതങ്ങനെയാണ് കേട്ടോ. അടിപൊളി. കണ്ട അവരങ്ങനെ കൈ കഴുകിച്ച് കൊടുക്കുന്നു. കാശ്മീരിൽ മുന്നേ ഞാൻ അങ്ങനെ പോയ സമയത്ത് വില്ലേജിൽ അവരുടെ വീടുകളിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടായി എനിക്ക് ഇതേപോലെ. ഞാനിതാ ഇതെല്ലാം കഴിച്ചോണ്ടിരിക്കുക. ഇതെല്ലാം ഒരു കേക്കാണ്. കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ തേങ്ങയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഹെൽത്തിയാണ് ഈ കേക്ക് ഒഴികെ. ഇത് ഹെൽത്തി, വീറ്റ്, ഇത് ഒലീവ്സാണ്. ഫുൾ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ആ ഒലീവ് വെറുതെ ബ്രെഡിൽ മുക്കിയിട്ട് കഴിക്കട്ടെ അവർ. എല്ലാം ഹെൽത്തിയാണ്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുമായിരുന്നേ. അപ്പോൾ വേറൊരു പുള്ളിക്കാരൻ വന്നു. പോലീസാണോ ആരാ എന്താണെന്ന് അറിയില്ല. അവിടെ എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് എനിക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. ഞാൻ ഇതുവരെ കണ്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ ഒന്നുമില്ല. ജസ്റ്റ് അവിടുത്തെ ലോക്കൽ ആൾക്കാർ ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം. ഇന്ത്യയിലൊക്കെ ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞൊരു ട്രാവലറാണ്. ആ ട്രാവലറിന് ഇംഗ്ലീഷും അറിയാം, ഹിന്ദി അറിയാം, അറബിക്കും അറിയാം. മൊറോക്കോക്കാരനാണ്. അപ്പോൾ ആളുമായിട്ട് ഞാൻ സംസാരിക്കാൻ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. അതായത് ഇവർക്ക് സംശയം, ആ പോലീസ് വന്ന് ആരോ അറിയില്ല, ആരോ ഒരാൾ വന്ന്, ഇവർ നല്ല ഫ്രണ്ട്ലി ഇതൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരാൾ വന്നപ്പം എൻ്റെ അടുത്ത് എന്താ പറയുക, ഇങ്ങനെ വില്ലേജിൽ എന്തോ ഒറ്റയ്ക്ക് വന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. എൻ്റെ പാസ്പോർട്ടൊക്കെ ചോദിച്ച്, അതായത് അവർക്ക് പേടിയായിരിക്കും. ഇപ്പം ഈ വില്ലേജിൽ അവർക്ക് കുഴപ്പമില്ല, പക്ഷേ ആ പോലീസാന്ന് പറഞ്ഞ് വന്ന ആൾക്ക് എന്താണ് ഇല്ലീഗലാണോ. ഇവിടെ ഒരുപാട് ഈ മൊറോക്കോന്ന് സ്പെയിനിലേക്ക് യൂറോപ്പിലേക്കൊക്കെ ഒരുപാട് മൈഗ്രേഷൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വല്ലതും വന്ന് ഇല്ലീഗലായിട്ട് നടക്കുന്നതാണോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യുന്നു. ലോക്കൽ ആളുകളുടെ വീട്ടിലാണ് താമസിക്കുന്നത്, ടെൻ്റ് അടിച്ചാണ് താമസിക്കുന്നത്. അത്യാവശ്യം വരുമ്പോൾ മാത്രമാണ് ഹോട്ടലും ഹോസ്റ്റലൊക്കെ എടുത്ത് നിൽക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവർക്ക് മനസ്സിലാവുമോ അറിയില്ല. അവരെന്തോ പോലീസ് സ്റ്റേഷനിൽ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഈ വണ്ടിയിൽ കുറേ കറക്കിയിട്ട് വീണ്ടും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ പോകണം. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവർ അറബിയിൽ പറയുന്നതുകൊണ്ട് തന്നെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. നല്ല അടിപൊളി ഗ്രാമമാണ്. ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് കൃഷിയിടങ്ങളൊക്കെ ആയിട്ട് ട്രാക്ടറൊക്കെയാണ് കൂടുതൽ കാണുന്നത്. വേറെ വണ്ടികളൊന്നും കാണുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്താണ് ഏതാണ് ഒന്നും അറിയില്ല. ഈ ഒരു പുള്ളിക്കാരൻ ഭയങ്കര പാവമാണ്. ഭാര്യ മരിച്ചു പോയി 8 വർഷം മുന്നേ. 2-3 പെൺമക്കളാണ്. ഇത് 2 പേരിപ്പോൾ ഇവിടെ കാണാണ്ട്. അപ്പോൾ അമ്മയില്ലാതെ അച്ഛൻ മാത്രമേ ഉള്ളൂ, ഞാനാണ് അവരെ നോക്കുന്നത്. അപ്പോൾ നീ എനിക്ക് മോളെ പോലെയാന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ പുള്ളിക്കാരൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കി, ചൂടായി, പ്രശ്നം ഉണ്ടാക്കി. ഈ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ആ വ്യക്തി എന്തോ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്, ഞാൻ ഇല്ലീഗലായിട്ട് വന്നതാണ്, വിസയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ. എൻ്റെ പാസ്പോർട്ട് എൻ്റെ വിസ എല്ലാം കാണിച്ചു കൊടുത്തിട്ടും അവർക്ക് വിശ്വാസമില്ല. അപ്പോൾ അങ്ങനെ ഇതിന് മുന്നേ എന്തോ ടൂറിസ്റ്റുകൾ വന്നിട്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പോലും. അപ്പോൾ അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അവരങ്ങനെ ഇതാക്കുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഏറ്റെടുത്തോളാം, എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് നമ്മളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. ഇന്ന് അവിടെ താമസിച്ചിട്ട് നാളെ പോയാൽ മതി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ് നിങ്ങൾ തമ്മിൽ എനിക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാണ്, എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല, ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോയാൽ മതി, അങ്ങനെ ഇങ്ങനെ. മൊറോക്കോയിലെ ആൾക്കാരെല്ലാം നല്ലവരാണ്,
വളരെ കുറച്ച് ആൾക്കാരെ മോശമായിട്ടുള്ളവരുണ്ടാവും. എല്ലാ രാജ്യത്തും മോശം ആൾക്കാരും ഉണ്ടല്ലോ, നല്ല ആൾക്കാരും ഉണ്ടല്ലോ, ഇവിടെ കൂടുതൽ നല്ല ആൾക്കാരാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്മളടുത്ത് ഇങ്ങനെ സംസാരിച്ച് കുറേ പറഞ്ഞു കേട്ടോ. ഇതെല്ലാം കൃഷിയാണ് കണ്ടോ, ഇവിടെ എല്ലാം കഴുതേനെയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ആൾക്കാരൊക്കെ. ഇവർക്ക് 2 വീടുണ്ട്, മെഗ്നസിലും പിന്നെ വേറെ ഏതൊരു സ്ഥലത്തും വീടൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ കാണിച്ചു. ഇപ്പം എനിക്ക് തോന്നുന്ന ആളുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്, എനിക്കറിയില്ല എവിടേക്കാണ്. പോകുന്ന വഴി നോക്ക്, ഇടയ്ക്ക് മാത്രം ഒരു വീട് കാണും, വേറെ പിന്നെ വീടൊന്നും ഉണ്ടാവില്ല. ആ വീടുണ്ടെങ്കിൽ അവിടെ അവരുടെ കൃഷിയുടെ ആയിരിക്കും. അവിടെ അങ്ങ് ദൂരെ അപ്പം കാണുന്നല്ല ആ വീട്. ഇവിടെ എല്ലാം കാടാണ്, പിന്നെന്തോ ചെറിയ ചെറിയ കൃഷി കാണുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ ഹൈ റേഞ്ചാണ്, അതായത് മൗണ്ടെയിൻസ് ഏരിയ ആണ്. ഫുള്ളിങ്ങനെ കേഴ്സ് ആണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം. ഇവിടെയൊക്കെ റോഡ് ഇത് ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്കൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ, കുറേ അങ്ങനെ പോയിട്ടുണ്ട്. ആളുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ എനിക്ക് ടൈപ്പ് ചെയ്ത് തന്ന് മൊറോക്കോ നല്ലതാണ്, ഒരു പ്രശ്നമില്ല, പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എവിടെ നോക്കിയാലും ഫുള്ള് പച്ചപ്പാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു വിൻ്റർ ടൈമിൽ ഇത്രയും പച്ചപ്പ് അല്ലാത്തപ്പോൾ എല്ലാം ഡ്രൈ ആയിട്ടുണ്ടാവും. എവിടെ നോക്കിയാലോ അതെ നോക്ക്, ഇതെന്തിങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത്, ഒരു ഗ്രീൻ മാറ്റ് വിരിച്ച പോലെയാണ് കിടക്കുന്നത്. എല്ലാവിടെയും അങ്ങനെ തന്നെയാണ്, ആ സൈഡിലൊക്കെ അങ്ങനെ തന്നെ. They take my passport, I don't know where it is, something, I don't know. ഞാൻ ആളുടെ കൂടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നു. എന്തോ പോലീസ് വിളിച്ചിട്ട് ഇപ്പം എന്തോ പറഞ്ഞു, അത് ട്രാൻസ്ലേറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. തിരിച്ച് മെഗ്നസിലെത്തിയേക്കാണ് കേട്ടോ. പോലീസുകാർ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ട്രെയിൻ കയറ്റി വിട്, ഞാൻ കസബ്ലാങ്കയ്ക്ക് അടുത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ട്രെയിൻ കയറ്റി വിടാൻ പറഞ്ഞു. പക്ഷേ ഇന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ സ്റ്റേ ചെയ്യാനൊന്നും പ്ലേസ് ഇല്ല, അപ്പോൾ ഞാൻ നാളെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. സോ എന്താക്കുമെന്നറിയില്ല. ഞാൻ മറ്റേ ഫാമിലി അവരെന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, അവർ പറഞ്ഞു തിരിച്ച് ഞാൻ മെഗ്നസിലെത്തിയത്. ആ ഫാമിലി പറഞ്ഞു ഇനി ഇങ്ങോട്ട് വന്നോ, നിന്നെ എപ്പോഴും ഓൾവേസ് വെൽക്കാണ്, ഇന്നിവിടെ നിന്നിട്ട് നാളെ പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ വിളിക്കുന്നുണ്ട്. അപ്പം ഞാനപ്പോൾ അവരോട് ലൊക്കേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം അവർ ഇത് കറക്റ്റ് ടൗണിലാണ്, ടൗണിൽ നിന്ന് കുറച്ച് പുറത്തായിരുന്നു അവരുടെ വീട്. ഞാനിത് ഇപ്പോൾ ഇവിടെ ഒരു കഫേയിൽ വന്നേക്കാണ് കേട്ടോ, കോഫി കുടിക്കാൻ വേണ്ടിയിട്ട്. മറ്റേ എൻ്റെ ഫാമിലി ഉണ്ടല്ലോ, ആ ഫാമിലീൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവർ കുറച്ച് ദൂരെയാണ്, അവർ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഇവരെന്നെ അവിടെ ആക്കിയിട്ടാണ് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ വെയിറ്റ് ചെയ്യുന്നു. ഇവരെന്നോട് സോറിയൊക്കെ പറയുന്നത്. സോറി പറഞ്ഞിട്ട് എന്താക്കാൻ, കുറേ ബുദ്ധിമുട്ടി. ന്യൂ ഇയർ ആയിട്ട് വട്ടം തിരിയാണ് ഞാൻ. ഹാപ്പി ന്യൂ ഇയർ ആണ്, ഹാപ്പി ന്യൂ ഇയർ. മൊത്തം വള്ളി പിടിച്ച് ന്യൂ ഇയർ ആയിട്ട് തന്നെ. ഞാനെന്താക്കാൻ, അവിടെ ആ വില്ലേജിലെ ആൾക്കാർ ഏതോ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് എന്തൊക്കെ പ്രശ്നമാക്കിയിട്ടുണ്ട്, യൂറോപ്പിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ എവിടെ നിന്നൊക്കെയോ. അപ്പം അതൊക്കെയാണ് അവർക്ക് ടെൻഷന്. ഹായ്, വീണ്ടും ഞാൻ എന്താ അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അയ്യോ, അവരെ ബുദ്ധിമുട്ടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, ബൈ. ഓക്കെ, ശുക്രാൻ. باي باي. I call message. Okay, bye. باي باي. Bye, thank you. شكرا. شريفة لاباس بخير ورا بحال وليداتنا. داروا لنا المشاكل. ന്യൂറായിട്ട് കുറെ കറങ്ങി. പോലീസ് സ്റ്റേഷനിലൊക്കെ ന്യൂ ഇയർ ആയിട്ടുണ്ടായത്. എന്താ അല്ലേ, എന്താ ചെയ്യാ. ഈ പുള്ളിക്കാരൻ ഭയങ്കര പാവാ. വേറൊരു പുള്ളിക്കാരൻ വന്നിട്ടാണ് പ്രശ്നമില്ലായത്. അമ്മമ്മയൊക്കെ ഉണ്ട്. അമ്മമ്മയെല്ലാം കണ്ട സന്തോഷത്തില്. ഇവരൊക്കെ ഇങ്ങോട്ട് ട്രിപ്പ് പോയിക്കാന്ന് തോന്നണ്. കാറിൽ ഓൾറെഡി 4-5 ആളുണ്ട്. ബാഗിന് എവിടെ വെക്കും. എൻ്റെ അപ്പോൾ രാവിലെ ബായ് പറഞ്ഞു പോയി, ഞാൻ അതേപോലെ തിരിച്ചു വന്നേക്കുന്നു. നാളെ ഇനി കസാബ്ലാങ്കയ്ക്ക് പോകണം. ഇവിടെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ. എന്തോ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ എവിടെയോ പോയിട്ട് തിരിച്ച് വീട്ടിലേക്കൊക്കെ വന്നൊരു ഫീൽ എനിക്ക് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഉണ്ടോ അവരുടെ സ്നേഹം, അവരുടെ ചിരി, അവർ ചിരിക്കുക. കറങ്ങി ഞാൻ വന്നു എന്നാ പറയുന്നത്.
ശരിക്കും ഇന്ന് രാവിലെ അവർ എൻ്റെ അടുത്ത് പോകുമ്പോൾ പറഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, വീടും സ്ഥലം നോക്കി വെച്ചോ, ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിട്ടതാണ്. നേരത്തെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ വീണ്ടും വന്നേക്കുന്നത്. അവർക്കെല്ലാം സന്തോഷം, എനിക്കും സന്തോഷം തന്നെ കേട്ടാ. സത്യം അവർ അത്ര അടിപൊളി ആൾക്കാരാണ്. ഞാനിന്ന് ഉണ്ടായ സംഭവമൊക്കെ ഇങ്ങനെ പറയേണ്ടത് ദേ ആർ ടേക്കിംഗ് അബൌട്ട് ഫീമെയിൽ 2 ടൂറിസ്റ്റുകളെ കൊന്നിട്ടുണ്ടായി പെണ്ണുങ്ങളെ, അതിനെ പറ്റിയാണ് പറയുന്നതെന്നൊക്കെ. നമ്മളിത് ഇവിടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നൊക്കെ. ഇവിടുത്തെ ലൈറ്റ് ഇങ്ങനെയാണ്, അവിടുത്തെ ലൈറ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ് കളറെല്ലാം ഇങ്ങനെ ആയിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് അവർ ചോദിക്കുക എൻ്റെ അടുത്ത് എന്താ പറ്റി എന്താ ഉണ്ടായെന്നൊക്കെ ചോദിക്കാം. ഞാൻ പറഞ്ഞ് സോറി വീണ്ടും വന്ന് ബുദ്ധിമുട്ടിച്ചതിന്. അവർ പറഞ്ഞ് സന്തോഷമുള്ളൂ വീണ്ടും കണ്ടതിൽ എന്നൊക്കെ പറഞ്ഞ്. അതെനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. അവരെന്നെ വീട്ടിലൊരാളെ പോലെ കാണുന്നത്, ഞാൻ അവരെ എൻ്റെ വീട്ടിലൊരാളെ പോലെ ഞാനും കാണുന്നത്. അപ്പോൾ അവർ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ സംഭവം എന്നുള്ളത്. ഇവിടെ ചിക്കൻ ഗ്രിൽഡും ഒരു അടിപൊളി റൈസും, റൈസിൽ ലിവറൊക്കെ ഇട്ടിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് എല്ലാവരും സെയിം ഫുഡാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാനിനി അവരുടെ അടുത്ത് ഒന്നുകൂടെ ബൈ പറയാൻ പോവാണ്. ഇന്നലെ ഞാൻ ബൈ പറഞ്ഞിറങ്ങിയതായിരുന്നു രാത്രി. അപ്പൊ വീണ്ടും ബായ് പറയാൻ വേണ്ടി പോണം. ബായ്. കണ്ടാ ഇവളായിട്ട് ഞാനും ഭയങ്കര കമ്പനി. ഇവളും മറ്റേ മറ്റവളും അവളവിടെ പോയി. അവള് പോയാ? അവള് മുകളിലേക്ക് പോയിട്ടാ. പോയാ? പോയിന്. ഓക്കെ സീനപ്പ് ബൈ. ഓക്കെ ഇതാ ഇനിയിപ്പൊ അമ്മമ്മ എൻ്റെ അടുത്ത് ബൈ പറയും. നമ്മള് വീട്ടിലേക്ക് പോവാട്ടാ. ഇവരെവിടെ ആക്കിയിട്ട് ബൈ ബൈ. ലവ് യു. ബൈ. മസി എന്ന് പറഞ്ഞാൽ താങ്ക് യു. ഇവിടെ ഫ്രഞ്ച് 2ാമത്തെ ലാംഗ്വേജ് ആണ്, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ കേറാണ്. ഓക്കെ ബൈ 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 ബൈ. ഇന്നലെ ബൈ പറഞ്ഞു വന്നതാ, വീണ്ടും 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 തിരിച്ചു വന്നത്. അടിപൊളി ആൾക്കാരാണ്. തിരിച്ചതാ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല ടയർഡാണ്, എക്സ്ട്രീംലി ടയർഡാണ് സീരിയസ്ലി പറയുകയാണെങ്കിൽ. കാരണം രാവിലെ തൊട്ട് കറങ്ങി തിരിഞ്ഞ് പോസ്റ്റ് അടിച്ച് പോലീസ് സ്റ്റേഷനിലും അവിടെയും ഇവിടെയും ഫുള്ള് കറങ്ങി. ഹാപ്പി ന്യൂ ഇയർ ആയിട്ടുണ്ട്. ന്യൂ ഇയറിന് തന്നെ നല്ല 8ൻ്റെ പണി കിട്ടി. കുഴപ്പമില്ല. ഫസ്റ്റ് ഡേ അടിക്കൊളായ ബാക്കി എല്ലാ ഡേയ്സും അടിപൊളിയാവുന്നതാണല്ലോ. കുഴപ്പമില്ല. എന്തായാലും ഇവിടെ തിരിച്ചെത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ശ്വാസം വിട്ടൊരു ഫീലാണ് എനിക്ക് ഉണ്ടായത്. കാരണം ഇവിടെ ഞാൻ അത്ര അധികം കംഫർട്ടബിൾ ആയിരുന്നു. എൻ്റെ സ്വന്തം വീട്ടിൽ അതുപോലെ ഉണ്ടായൊരു ഫീലാണ് എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. സോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.